ക്രിസ്താബ്ദം 249 റോമാ സാമ്രാജ്യം ഭരിച്ച ഡേഷ്യൂസ് എന്നുള്ള ക്രൂരനായിട്ടുള്ള ഒരു ചക്രവർത്തി അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന ക്രൈസ്തവരെ ബഹുദൈവ വിശ്വാസത്തിന് വേണ്ടി അദ്ദേഹം നിർബന്ധിക്കുകയാണ്. ആ ബഹുദൈവ വിശ്വാസത്തിന് വഴിപ്പെടാത്ത ആളുകൾക്ക് മീതെ ക്രൂരമായിട്ടുള്ള നടപടി സ്വീകരിക്കാനുള്ള ആഹ്വാനങ്ങൾ അദ്ദേഹം ആ സൈന്യത്തിന് നൽകുകയാണ്. ക്രൈസ്തവ ചരിത്ര ഗ്രന്ഥങ്ങളിൽ 7 സ്ലീപ്പേഴ്സ് ഓഫ് എഫിസിസിലുള്ള 7 ഉറങ്ങിയ ആളുകളുടെ ചരിത്രം, ആ രൂപത്തിലാണ് അവർ ആ സംഭവം വിവരിക്കുന്നത്. ഇവിടെയുള്ള 7 ചെറുപ്പക്കാര് അതിനെതിരെ ശക്തമായിട്ട് നിലപാട് സ്വീകരിക്കുന്നു. അവർ ആ ഗുഹയിലേക്ക് പ്രവേശിക്കുന്നു. ആ ഗുഹയിൽ കാലങ്ങളോളം അവർ ഉറങ്ങുകയാണ്. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് 300 സിനീന വസ്ദാദു അല്ലാഹു സുബ്ഹാനഹു വ തആല 309 വർഷമെന്ന് കൃത്യമായിട്ട് ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. 10-ാമത്തെ വചനം, ഇത് അവൽ ഫിത്തിയത്തു ഇലൽ കഹ്ഫ്, അവര് ഒരു പറ്റം യുവാക്കളായിരുന്നു. ഫിത്തിയ ശബാബ്, അവര് യുവാക്കളായിരുന്നു എന്നുള്ള ആ യുവത്വത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ആ യുവത്വത്തെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് സൂറത്തുൽ കഹ്ഫ്.